ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തിൽ വീണു എന്നുള്ളതുകൊണ്ട് ഒരാൾ നശിക്കരുത്. അയാളെ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. വിലാപങ്ങൾ 3:40 വചനമുണ്ട്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. കർത്താവിലേക്ക് തിരിയുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലേ ദൈവസ്വരം കേൾക്കാനും പിശാചിൻ്റെ നിമന്ത്രണങ്ങൾ കേൾക്കാതിരിക്കാനും പറ്റുള്ളൂ. ഹോസിയ 12:6. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. അപ്പോൾ ഈ തിരിച്ചു വരുന്നവരെ അവിടെ കർത്താവിൻ്റെ സഹായത്തോടെ വേണം തിരിച്ചു വരാൻ. കാരണം അനുതാപത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ദൈവത്തെ ഉള്ളിൽ നിന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നവർക്ക് ഈ അനുതാപത്തിൻ്റെ കൃപ കിട്ടും. പിശാചിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവൻ കുറ്റബോധം കുത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റബോധത്തിൻ്റെ വിഷം ഉള്ളിൽ കയറാനുള്ള കാരണം അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല, ദൈവമെന്ന് വിളിച്ചില്ല എന്നുള്ളതാണ്. ഏത് പാപമാണെങ്കിലും, എത്ര ഭീകരമായ പാപമാണെങ്കിലും, മാരകമായ പാപമാണെങ്കിലും, മ്ലേച്ഛകരമായ പാപമാണെങ്കിലും അനുതപിക്കുന്ന പാപിക്ക് പാപമോചനം കിട്ടും. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള ദൈവം നൽകുന്ന കൃപ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്. അവിടുത്തെ കരുണയും സ്നേഹവും അതിലേക്ക് നിരന്തരമായിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട്, അവിടുത്തെ ബലം സ്വീകരിച്ചുകൊണ്ട്, അവിടുത്തെ സഹായത്തോടുകൂടെ തിരിച്ചു വരണമെന്നാണ് ഹോസിയ പ്രവചനം 12:6 പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിന് വേണ്ടി നിരന്തരം കാത്തിരിക്കണം. അതിനോട് ചേർന്ന് പോകുന്ന വേറൊരു വചനമുണ്ട്, അത് ബാറൂക്ക് 4:28. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ തേടണം. ഞാൻ എത്രമാത്രം പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ദൂരെ പോയി, എത്രമാത്രം നീചമായ പാപം ചെയ്തു, അതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിനു വേണ്ടി ദാഹിച്ച് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കണം. അത് 10 ഇരട്ടി തീക്ഷ്ണതയോടെ കൂടെ ആയിരിക്കണം. അപ്പോൾ തിരിച്ചുവരവിൻ്റെ സുവിശേഷം, തിരിച്ചുവരവിൻ്റെ സുവാർത്ത, അതാണ് ഈ നോമ്പ് കാലത്ത് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. തിരിച്ചു വരിക. പാപത്തിൽ വീണു എന്നുള്ളത് കൊണ്ട് ഒരാൾ നശിക്കരുത്. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള പ്രേരണയും പ്രേരക വരപ്രസാദവും അതുപോലെ അവസരങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തരും. മാത്രമല്ല, അങ്ങനെ പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളോട് ദൈവം കാണിക്കുന്ന മഹാകരുണയെക്കുറിച്ച് വെളിപാട് 3:19 പറഞ്ഞിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിക്കുക. വെളിപാട് 3:19 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. 20-ാം വചനം, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് 3:19-20 ചേർന്ന് പോകുന്ന ഒരു വചനം കൂടി ഒന്ന് പറയട്ടെ. യെശയ്യാ 57:15-16. അതിനെക്കുറിച്ച് വളരെ ഒരു രക്ഷാകരമായ സന്ദേശത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ. യെശയ്യാ 57:15-16. അവിടെ ദൈവം പറയുകയാണ്, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധന് നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അടുത്ത വചനമാണ് ഇനിയിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. അവിടെ അവരുടെ ഉള്ളിൽ വസിക്കാനായിട്ട് ഇപ്പോൾ അവസരമായില്ല. കാരണം അവർ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിച്ചവർ. പക്ഷേ അവരെ കൈവെടിയാതെ ഹൃദയവാതിൽ പൊട്ടിക്കൊണ്ട് അവരുടെ കൂടെ വസിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ധ്യാനിക്കാനുള്ളതാണ്. പാപയുടെ ഉള്ളിൽ ദൈവമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ ഹോസിയയുടെ പ്രവചനത്തിൽ, ബാറൂക്കിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചു. ഇനി ഹോസിയ 14:1-3, ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് നീ തിരിച്ചു വരണം. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്.
കുറ്റം ഏറ്റുപറഞ്ഞ് എന്ന് പറഞ്ഞാൽ കുമ്പസാരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ അങ്ങ് ഞങ്ങൾ അർപ്പിക്കും. അപ്പം ഇവിടെ പാപകരമായ ഒരു അവസ്ഥയിൽ അധപതിച്ചു പോയ വ്യക്തി കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ അനുതാപത്തോടെ വരണം, പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വരണം. ഹോസിയ 14:14 ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. അപ്പോൾ കർത്താവ് എൻ്റെ പാപത്തിന് എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല എന്നെ മാടി വിളിക്കുന്നത്. പാപിയെ ദൈവം മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നവജീവിതത്തിലേക്ക് നയിക്കുന്നത് മുറിവുണക്കാനും സ്നേഹം ചൊരിയാനുമാണ്, അതായത് പരിശുദ്ധാത്മാവിന് നൽകാനുമാണ്. അശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി അശുദ്ധാത്മാവിനെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം ആ പാപഫലമാവെന്ന് മുറിവുണക്കും. രണ്ടാമതായി അവരിൽ പാപത്തിലേക്ക് ഇനി പോകാതിരിക്കാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഭക്ഷിക്കുന്നത് ആണ് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് ഈ അത്ഭുതം ദൈവം ചെയ്യും. ജോയൽ 2:12-14 കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് നിനക്ക് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം നിനക്ക് തരും. അതായത് ഈ അനുദപിക്കുന്ന പാപിക്ക് പാപമോചനം മാത്രമല്ല, പിന്നെ ഒരു ആത്മീയ ജീവിതത്തിന് ആവശ്യമായ അഭിഷേകം നൽകും. പക്ഷെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുള്ളത്, പാപത്തോട് പരിപൂർണമായ ഒരു വിടപറച്ചിൽ അനിവാര്യമാണ്. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി ആത്മാവിൽ മുറിവേൽക്കുന്ന വ്യക്തിയുടെ ആത്മാവിൽ പിശാചിന് കയറി വന്ന് വസിക്കാൻ, അവൻ്റെ കൂടാരമാക്കി ആത്മാവിനെ മാറ്റാൻ പിശാചിന് സാധിക്കും. അവിടെ ദൈവത്തിന് അധിവസിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ അവൻ്റെ ഹൃദയവാതിൽ നിന്നുകൊണ്ട് ഈശോ മുട്ടിക്കൊണ്ടിരിക്കും, പ്രേരക വരപ്രസാദം നൽകിക്കൊണ്ടിരിക്കും. അതിനോട് സഹകരിച്ചാൽ ആ വ്യക്തി പിശാചിനെ വെറുത്തുപേക്ഷിക്കണം, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പാപത്തിൻ്റെ നേട്ടങ്ങളും ലാഭങ്ങളും സുഖങ്ങളും വേണ്ട എന്ന് വെക്കണം. പാപത്തെ വെറുത്തുപേക്ഷിച്ചാൽ മാത്രം പോരാ, പാപഫലമായി വന്നതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഒരു മനുഷ്യൻ ജോലിക്ക് വേണ്ടി ബോംബെക്ക് പോയതാണ്. അവിടെ വെച്ച് അവിടെയുള്ള ഒരു മഹാരാഷ്ട്രക്കാരി വിധവയായ സ്ത്രീയുമായി ഒന്നിച്ച് ആദ്യം പാപം ചെയ്യാനിട വന്നു. അതൊരു താൽക്കാലിക സുഖ അന്വേഷണത്തിന് വേണ്ടി പോയതാണ്. അത് പിന്നീട് തുടർന്നു. അങ്ങനെ അവളിലൊരു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അവൾ ഭീഷണി മുഴക്കിയതുകൊണ്ട് അവളെ കല്യാണം കഴിച്ചു വരുത്തി ഒരുമിച്ച് താമസിച്ചു. കല്യാണം കഴിച്ചല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുമിച്ച് താമസിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞ് അങ്ങോട്ടുള്ള പണം അയക്കുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, 10-30 വർഷം മുമ്പുള്ള കാര്യമാണ് എൻ്റെ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഭാര്യയുടെ ആങ്ങളെ ഒരു അന്വേഷണം നടത്തി ഏതാണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയാളെ അവിടെ ചെന്ന് കയ്യോടെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾക്ക് അവിടെ ഒരു ഫ്ലാറ്റുണ്ട്, കുറച്ച് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ ബാങ്ക് ഡിപ്പോസിറ്റ് ഈ അവിടെയുള്ള ആ മഹാരാഷ്ട്രക്കാരി സ്ത്രീയുമായിട്ടുള്ള ഒരു പാപകരമായ ബിസിനസ്സിലുണ്ടാക്കിയ പണമാണ്. അതുമാത്രമല്ല, ഈ ഫ്ലാറ്റ് ഇയാൾ അധ്വാനിച്ചുണ്ടാക്കി, ഇയാൾ പകുതി പണം മുടക്കി പകുതി ആ സ്ത്രീ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറേ വർഷത്തെ ഈ പാപകരമായ ജീവിതത്തിൻ്റെ ഫലമായി നേടിയ സമ്പാദ്യം, ജോലി, അയാൾ ധ്യാനമൊക്കെ കൂടി ബോംബെ താബോറിൽ ധ്യാനം കൂടിക്കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്ന് ഇവിടെ വന്ന് മുരുകൻ്റെ ധ്യാനത്തിൽ കൂടി പനക്കലച്ചൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് നടത്തി. ഭാര്യ പറഞ്ഞു, ഞാൻ ഇയാളെ സ്വീകരിക്കാം, പക്ഷേ എന്നെ വിട്ടിട്ട് ആ സ്ത്രീയുടെ കൂടെ പോയി നേടിയതെല്ലാം ഉപേക്ഷിച്ച്, ആ നാട്ടിൽ ജോലിയും കൂടെ ഉപേക്ഷിച്ച്, ഇവിടെ ജോലി ഒന്നുമില്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയി ജീവിക്കാൻ ഇയാൾ തയ്യാറാണ് എന്നൊന്നിക്കൊന്ന് കേൾക്കണം. ഞാനവിടെ ഇരിപ്പുണ്ടോ ആ സമയത്ത്. ഞാൻ ഇയാളോട് പറഞ്ഞു, തയ്യാറാണോ? അയാൾ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു, പുറത്തിറങ്ങി കഴിയുമ്പോൾ ചോദിച്ചു, അത്രമാത്രം എല്ലാം ഉപേക്ഷിക്കുക, അതായത് ഒരു 1.5 കോടി രൂപയുടെ വീടാത്. അതുപോലെ തന്നെ ഈ ഭാര്യയിലൂടെ കിട്ടുന്ന സുഖം വേണ്ട,
അല്ല, ആ സ്ത്രീയിലൂടെ കിട്ടുന്ന സുഖം വേണ്ട, ആ വീട് വേണ്ട, അതിനുവേണ്ടി മുടക്കിയ പണം പോലും ഒന്നുമല്ല, അത് മുഴുവനും വേണ്ട എന്ന് വെക്കാം. എല്ലാം ആ സ്ത്രീക്ക് എഴുതി കൊടുത്തിട്ട് അവൾ അതിന് സമ്മതിച്ചു. അവൾക്കത് മതിയായിരുന്നു. കുറേ പണം കിട്ടി, വീട് കിട്ടി. ആ പണവും വീടും ഒക്കെ കിട്ടിയോടുകൂടി അവൾ കംപ്ലൈൻറ്റിൽ നിന്ന് പിന്മാറി. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം 1 വർഷം മുഴുവനും പ്രാർത്ഥനയെ ചെലവഴിച്ചു. ഒരു ജോലിക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടുകാരൻ ഒരു വിസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കാര്യമൊക്കെ അറിയാവുന്ന കൂട്ടുകാരൻ വിസ അയച്ചു കൊടുത്ത് വിദേശത്തേക്ക് പോയി. 2 വർഷം കഴിഞ്ഞ് ഭാര്യയുടെ കൂട്ടിക്കൊണ്ടുപോയി. മക്കളും അതുപോലെ തന്നെ അവരുടെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങി. അയാൾ വളരെയേറെ സന്തോഷത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നു. ഈ മടങ്ങിവരവിൻ്റെ സുവിശേഷം ഇന്ന് കർത്താവ് ഈ നോമ്പ് കാലത്ത് നമ്മളോട് പറയുന്നു. നമ്മൾ പിശാചിനെ വെറുത്തുപേക്ഷിച്ചാലേ, പാപസുഖങ്ങൾ വേണ്ടെന്ന് വെച്ചാലേ ദൈവൈക്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക് വരാൻ പറ്റും. ഈശോയെ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി ദാഹിക്കാൻ, പിശാചിനെയും പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ഫലമായി വരുന്ന എല്ലാ നഷ്ടങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് തരുന്ന സമ്മാനം മാത്രം മതി എന്ന് ചിന്തിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.